പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമെല്ലാം നീങ്ങാൻ ഉതകുന്ന ഒരു പരിശുദ്ധമായ ഒരു വചനം, ഒരു മഹത്തായ ഒരു വാക്യമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വാക്യത്തെക്കുറിച്ച്, ആ ഒരു മഹത്തായ വചനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും സ്വലാത്തുൽ ഖുർത്തുബിയ എന്നാണ് ഈ ഒരു വചനത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. സ്വലാത്തുൽ ഖുർത്തുബിയ അതെന്താണ്? കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആകാംക്ഷയായി അല്ലേ? തീർച്ചയായിട്ടും ഖുർത്തുബിയ അങ്ങനൊരു സ്വലാത്ത് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഇതിന് മറ്റൊരു പേരുണ്ട്, സ്വലാത്തുൽ തഫ്ജീരിയ. തീർച്ചയായിട്ടും ഈ ഖുർത്തുബിയ അല്ലെങ്കിൽ സ്വലാത്തുൽ തഫ്ജീരിയ എന്ന് നമുക്ക് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആളുകൾക്ക് മനസ്സിലാകണമെന്നില്ല. എന്നാൽ സ്വലാത്തുൽ നാരിയ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ആളുകൾക്കും, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകൾക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കുമെന്നതാണ്. കാരണം കുഞ്ഞുനാൾ മുതലേ നമ്മൾ കേട്ടുപോരുന്ന ഈ പവിത്രമായ ഈ ഒരു സ്വലാത്ത്, പ്രശസ്തമായ ഈ ഒരു സ്വലാത്ത് നമുക്കെല്ലാം സുപരിചിതമാണ്. അതിനാൽ തന്നെ സ്വലാത്തുൽ നാരിയനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. തീർച്ചയായിട്ടും സ്വലാത്തുൽ നാരിയ എന്നാൽ എന്താണ്, ഇതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇതിൻ്റെ മഹത്വം എന്താണ്, ആരൊക്കെയാണ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ചൊല്ലേണ്ടത്, എത്ര തവണ ചൊല്ലണം, ഇത് ചൊല്ലുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും, ഇൻഷാ അല്ലാഹ് ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണമാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ അവലംബിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെ ഹക്ക് കൊണ്ട് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ സ്വലാത്തുൻ നാരിയ തീർച്ചയായിട്ടും കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേട്ടു പോരുന്ന ഈ ഒരു പരിശുദ്ധമായ സ്വലാത്ത് അത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അതിനാൽ തന്നെ ഈ ഒരു നാരിയത്ത് സ്വലാത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണം നമുക്ക് ഇവിടെ പ്രതിപാദിക്കാം. മഹാനായ ഖുർത്തുബി റഹിമഹുല്ലാഹി തആല മഹാനവറുകൾ ഏറ്റവും മുന്തിയ, മറ്റുള്ള മഹാനവറുകളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും മുസ്ലിം ഉമ്മത്തിന് ഇന്ന് വരെ തർക്കമില്ലാത്ത ഒരു മഹാനവരാണ് മഹാനായ ഖുർത്തുബി റഹിമഹുല്ലാഹി തങ്ങൾ. ഖുർആനിനെ സുന്ദരമായ രീതിയിൽ, ഖുർആനിന് ഏറ്റവും മനോഹരമായ ഒരു തഫ്സീർ വ്യാഖ്യാനം കൊണ്ടുവന്നത് മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹി തങ്ങളാണ്. അതിനാൽ തന്നെ മഹാനവരുടെ പേരിൽ നിരവധി കിതാബുകളാണ് രചിച്ചിട്ടുള്ളത്. അത്രത്തോളം വലിയൊരു മഹാനാണ് ഇമാം റഹിമഹുല്ലാഹി തങ്ങൾ. അതിൽ തന്നെ ആ തഫ്സീറിൻ്റെ ഒരു മുസന്നിഫാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹി തങ്ങൾ. അതിനാൽ തന്നെ മുസ്ലിം ഉമ്മത്തിന് ഒരു തർക്കവുമില്ലാത്ത വലിയൊരു മഹാനാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹി തങ്ങൾ. തീർച്ചയായിട്ടും ഈ സ്വലാത്തുൻ നാരിയ എന്ന പവിത്രമായ സ്വലാത്തിന് സ്വലാത്തുൽ ഖുർത്തുബിയ എന്ന് പേര് വരാൻ തന്നെ കാരണം മഹാനവറുകൾ ഈ സ്വലാത്തിനെ
അതിൻ്റെ മഹത്വം പറഞ്ഞ് സ്ഥാനം പറഞ്ഞതുകൊണ്ടാണ് സ്വലാത്തുൽ ഖുർത്തുബിയ എന്ന പേര് വന്നത് എന്ന് പോലും മഹാന്മാറുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ അത്രത്തോളം പ്രാധാന്യമുള്ള, മഹത്വമുള്ള, ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പവിത്രമായ സ്വലാത്താണ് സ്വലാത്തുൽ നാരിയ. തീർച്ചയായിട്ടും നമ്മുടെ ഉപ്പൂപ്പന്മാരെല്ലാം പണ്ട് കാലത്ത് ചൊല്ലിപ്പോന്ന ഒരു പവിത്രമായ, പരിശുദ്ധമായ സ്വലാത്താണ് സ്വലാത്തുൽ നാരിയ. അതിനാൽ തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, വിഷമങ്ങളും, ബുദ്ധിമുട്ടുകളും, നമുക്ക് എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രയാസം നേരിടുന്ന വ്യക്തി തീർച്ചയായിട്ടും അവർക്ക് അറിയാമെങ്കിൽ അവർ ചെയ്യുന്നത് മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകളെ സദസ്സിൽ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് 4444 തവണ, അതിൻ്റെ കണക്ക് നമ്മൾ തെറ്റാൻ പാടില്ല, 4444 തവണ ഈ സ്വലാത്ത് നമ്മൾ ആ മുഅ്മിനീങ്ങൾ, ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ സദസ്സിലെ മുഅ്മിനീങ്ങൾ ചൊല്ലിയിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. കാരണം അത്രത്തോളം പവറുള്ള സ്വലാത്താണ് സ്വലാത്തുൽ നാരിയ. ഈ സ്വലാത്തുൽ നാരിയ എന്ന് പറയുന്നത് വെറും സ്വലാത്ത് മാത്രമല്ല, മൗലൂദും സ്വലാത്തും പിന്നെ അതുപോലെ തന്നെ ആലിൻ്റെ പേരിലുള്ള സ്വലാത്തും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുൽ നാരിയ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ സ്വലാത്തുൽ നാരിയ ചൊല്ലുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ശരവേഗത്തിലാണ് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നത്. ഒരു ഉണങ്ങിയ വിറക് കഷ്ണം അല്ലെങ്കിൽ ഒരു കടലാസ് കഷ്ണം അത് നമ്മൾ തീ കൊളുത്തി കഴിഞ്ഞാൽ തീ എപ്രകാരം സ്പ്രെഡ് ചെയ്യുന്നോ അത്രയും അതിലേറെ വേഗത്തിൽ അല്ലാണ് അവരുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല സഫലീകരിച്ചു കൊടുക്കുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും അത്രത്തോളം പ്രാധാന്യമുള്ള, അത്രത്തോളം മഹത്വമുള്ള ഒരു പവിത്രമായ സ്വലാത്താണ് സ്വലാത്തുൽ നാരിയ എന്ന് പറയുന്നത്. മഹാനായ ഇമാം ഖുതുബി റഹിമഹുല്ലാഹി തങ്ങൾ, മഹാനവർ ഒരു വിഷയത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ മുസ്ലിം ഉമ്മത്തിന് ഒരു തർക്കവുമില്ല. കാരണം അത്രത്തോളം പ്രാഗൽഭ്യമുള്ള, വിജ്ഞാനമുള്ള മഹത്തുക്കളിൽ മഹാനായ ഒരു മഹാനാണ് ഇമാം ഖുതുബി റഹിമഹുല്ലാഹി തങ്ങൾ. അദ്ദേഹം ഒരു വിഷയത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മറ്റൊരാൾക്ക് തർക്കമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാവുകയില്ല. മാത്രമല്ല സ്വഹീഹുൽ ബുഖാരി, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നിറഞ്ഞ അവലംബം രചിച്ച സ്വഹീഹുൽ ബുഖാരി എന്ന ഈ പരിശുദ്ധമായ ഈ കിതാബിന് വ്യാഖ്യാനം നൽകിയ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പോലും ഈ പരിശുദ്ധമായ സ്വലാത്തിന്, ഏത് സ്വലാത്ത്? നാരിയത്ത് സ്വലാത്ത്. ഈ സ്വലാത്തിന് പ്രാധാന്യങ്ങളും സവിശേഷതകളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം റാസി റഹിമഹുല്ലാഹി തങ്ങൾ, അങ്ങനെ ഒട്ടേറെ മഹത്തുക്കൾ, മഹാനായ ഒട്ടേറെ മഹത്തുക്കൾ പ്രാധാന്യം നൽകിയ സവിശേഷതകളും അതുപോലെ തന്നെ നന്മകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹത്വായ സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സ്വലാത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ നമ്മുടെ ഒട്ടേറെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി നൽകുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും
സ്വലാത്തുൽ നാരിയ എന്ന ഈ പവിത്രമായ ഈ ഒരു സ്വലാത്ത്, ഈ സ്വലാത്തിൽ മൗലീദും അതുപോലെ തന്നെ സ്വലാത്തും ആലിൻ്റെ പേരിലുള്ള സ്വലാത്തും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പരിശുദ്ധമായ ഒരു സമ്മേളിക്കുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ നാരിയ. അതിനാൽ തന്നെ ഈ പരിശുദ്ധമായ നാരിയത്ത് സ്വലാത്ത് അതാണ് നമ്മുടെ നാടുകളിലെല്ലാം പറയപ്പെടുന്നതും അറിയപ്പെടുന്നതും. അതിനാൽ തന്നെ മഹത്തുക്കൾ അടയാളപ്പെടുത്തുന്നു ഈ പരിശുദ്ധമായ നാരിയത്ത് സ്വലാത്ത്. അത് നമ്മുടെ നമസ്കാര സമയങ്ങൾക്ക് ശേഷം 5 വക്ത് നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു 11 തവണ, അതിന് അധികം സമയം നമുക്ക് ആവശ്യമില്ല, നിസ്സാര സമയത്തിൻ്റെ ആവശ്യമുള്ളൂ. ഒരു 11 തവണ നമ്മൾ ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് ഈ നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു 11 തവണ നിത്യമായി പതിവാക്കി പോന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവർക്ക് ആത്മീയ ചൈതന്യം കൈവരിക്കാൻ ഈ ഒരു സ്വലാത്ത് ഉതകുമെന്നതാണ്. തീർച്ചയായിട്ടും അത്രത്തോളം മഹത്വമുള്ള സ്വലാത്താണ്. അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസം നേരിട്ടു, ഒരു വിഷമം നേരിട്ടു, ഒരു ബുദ്ധിമുട്ട് നേരിട്ടു, അത് തടഞ്ഞു നിർത്തണം, അല്ലെങ്കിൽ അത് ഒഴിവായി പോകണം. എന്നാൽ തീർച്ചയായിട്ടും ഈ നാരിയത്ത് സ്വലാത്ത് മുറുകെ പിടിക്കട്ടെ എന്നാണ് മഹാനായ ഖുത്ബി റഹിമഹുല്ലാഹ് തങ്ങൾ പഠിപ്പിക്കുന്നത്. അത്രത്തോളം മഹത്വമുള്ള, പ്രാധാന്യമുള്ള ഒരു സുന്ദരമായ വചനമാണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അതിനാൽ തന്നെ നാരിയത്ത് സ്വലാത്ത് എന്നതിൻ്റെ അർത്ഥം എന്താ? ശരവേഗത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സ്വലാത്ത്. തീപാറുന്ന വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സ്വലാത്ത് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അകലാനും മാറിക്കിട്ടാനുമെല്ലാം ഈ ഒരു പരിശുദ്ധമായ ഈ ഒരു സ്വലാത്ത് കാരണമാവും. അതിനാൽ നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ദിവസവും ഈ ഒരു സ്വലാത്ത് പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ആകാശഭൂമികളെ പരിപാലിക്കുന്ന, ലോകത്തെ പരിപാലിക്കുന്ന യജമാനൻ നൽകുന്നത് തീർച്ചയായിട്ടും അവൻ്റെ ഉപജീവന മാർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകുന്നതാണ്. അവൻ്റെ ഉപജീവന മാർഗം, അവനക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസവും ഉണ്ടാവില്ല. അവൻ്റെ ഉപജീവന മാർഗം അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അവൻ്റെ ആവശ്യങ്ങൾ എന്താണോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കും. അതുപോലെ തന്നെ അവൻ്റെ നിറവേറാനുള്ള ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കും. അത്രത്തോളം മഹത്വമുള്ള പവിത്രമുള്ള സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മാത്രമല്ല, സുബഹി നമസ്കാരങ്ങൾക്ക് ശേഷം അത് സ്വലാത്തും വിർദുകൾക്കും ശേഷം 41 തവണ ഈ ഒരു നാരിയത്ത് സ്വലാത്ത് പതിവാക്കി പോരുന്ന വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അവരുടെ ഉദ്ദേശങ്ങളും നടക്കും. പിന്നെ അവൻ വിചാരിക്കാത്ത, അവൻ ഉദ്ദേശിക്കാത്ത അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലീകരിച്ചു കൊടുക്കുമെന്നതാണ് ഈ പരിശുദ്ധമായ സ്വലാത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഖുത്ബി റഹിമഹുല്ലാഹ് തങ്ങൾ പറയുന്നു, ഒരാൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, കാര്യം നടക്കാനുണ്ട്, അവൻ്റെ ഒരു ആഗ്രഹം നിറവേറാനുണ്ട്, ഒരു പ്രധാനപ്പെട്ട വിഷയം, അതെന്തും ആയിക്കോട്ടെ. ചിലപ്പോൾ നമ്മുടെ എക്സാം ആകാം, നമ്മൾ പരീക്ഷ എഴുതിയ എക്സാം ആകാം, അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസം നേരിട്ടു, ഒരു വിഷമം നേരിട്ടു. ആ ഒരു പ്രയാസത്തെ മറികടക്കണം, അതിനെ തടഞ്ഞു നിർത്തണം. ആ ഒരു വിപത്ത് നമ്മളിൽ വരാതെ നമ്മൾ അതിനെ സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഒരു അസുഖം പിടിപെട്ടു, ആ അസുഖത്തിൻ്റെ റിസൾട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നോ നാളായിട്ട് നമുക്കത് ലഭിക്കും. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു പോസിറ്റീവ്, നല്ലൊരു ആ അസുഖത്തിൻ്റെ ഒരു വിഷയം, സബ്ജക്റ്റ്, അത് നമുക്ക് ഉതകുന്നതാകണം, അനുകൂലമാകണം. അല്ലെങ്കിൽ നമുക്കൊരു വീട് പണി പൂർത്തിയാവാനുണ്ട്, ആ ഒരു വീട് പണി പെട്ടെന്ന് പൂർത്തിയാവണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം, നമ്മുടെ കല്യാണം പെട്ടെന്ന് നടന്നു കിട്ടണം. അല്ലെങ്കിൽ നമ്മുടെ കടം, നമ്മൾ പെരുകിയ ഒരു കടം, നമ്മൾ വന്നു ചേർന്ന ആ കടങ്ങൾ അത് വീട്ടപ്പെടണം. തീർച്ചയായിട്ടും മഹാനവറുകൾ പറയുന്നു, ദിവസവും 41 തവണ ഈ നാരിയത്ത് സ്വലാത്ത് ചെല്ലുന്നതിലൂടെ
അതെല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. അത്രത്തോളം പ്രാധാന്യമുള്ള മഹത്വമുള്ള സ്വലാത്താണ് നമ്മുടെ നാരിദ് സ്വലാത്ത്. അങ്ങനെ ഉദ്ദേശമുണ്ടെങ്കിൽ ഇമാം ഖുത്ബി റഹ്മത്തുള്ളാഹി തങ്ങളാ പറയുന്നത് അവർ പാരായണം ചെയ്തിട്ട് 4444 തവണ അവർ ഈ സ്വലാത്ത് പാരായണം ചെയ്യട്ടെ എന്നതാണ് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും 4444 തവണ നമ്മൾ ഈ ഒരു സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അൽഹംദുലില്ലാഹ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മനക്ലേശങ്ങളും മാറാനും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾ സഫലീകരിച്ചെടുക്കാനും ഈ ഒരു പരിശുദ്ധമായ സ്വലാത്ത് ഉപകാരപ്പെടും. മറ്റൊരു പ്രത്യേകത, ഒരാൾ ഈ സ്വലാത്ത് ദായിമാക്കിക്കൊണ്ടുവന്നു, പതിവാക്കിക്കൊണ്ടുവന്നു. ഒരു സുപ്രഭാതത്തിൽ കേട്ടു, പിന്നെ നിർത്തി, പിന്നെ കുറച്ച് കഴിഞ്ഞ് തുടർന്നു. അങ്ങനെയല്ല. അവൻ ഈ ഒരു സ്വലാത്ത് കേട്ട ശേഷം പതിവാക്കി ദായിമാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദിവസവും 40 ഒരാൾ ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് കേട്ടതിൻ്റെ ശേഷം 41 തവണ യഹ്ദാവ 41 തവണ പ്രാവർത്തികമാക്കി കൊണ്ടുവന്നു. ഔമിയ അല്ലെങ്കിൽ 100 തവണ ദിവസവും പതിവാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് കേട്ടോളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് നൽകുന്ന അനുഗ്രഹം. തീർച്ചയായിട്ടും അവൻ്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ മനക്ലേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കും. മാത്രമല്ല അവൻ്റെ ഉപജീവന മാർഗം എന്താണോ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റിസ്ക്കിൽ ഭക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത ചെയ്യും. അതുപോലെ തന്നെ അവൻ്റെ മക്കളിലും അവൻ്റെ കുടുംബങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യവും ബർക്കത്തും ചൊരിയും. കൂടാതെ വീട് പണി പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഒരാൾ ഈ ഒരു സ്വലാത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ചൊല്ലുന്നതെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് അവരെ വീട് പണി കംപ്ലീറ്റ് ആക്കി കൊടുക്കും. അതല്ല, പല അസുഖവും ബുദ്ധിമുട്ടിലും അകപ്പെട്ടിട്ടാണ് ആ ഒരു വ്യക്തി ഇത് ചൊല്ലുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ അസുഖങ്ങൾ എന്താണോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കും. അതുപോലെ തന്നെ കടങ്ങളും പ്രയാസങ്ങളിലുമാണ് അകപ്പെട്ടിട്ടാണോ ഒരു വ്യക്തി ഇത് ചെല്ലുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് വീട്ടപ്പെട്ടു കൊടുക്കും. അവൻ്റെ കടങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് വീട്ടപ്പെടും. അത്രത്തോളം മഹത്വമുള്ള പവിത്രമായ സ്വലാത്താണ് നാരിദ് സ്വലാത്ത്. മാത്രമല്ല അതിൻ്റെ സവിശേഷതകൾ തികഞ്ഞിട്ടില്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ജനങ്ങളിൽ അവനക്കൊരു സ്വീകാര്യത ലഭിക്കും. ജനങ്ങളുടെ ഇടയിൽ മനസ്സിലേക്ക് ഒരു ഇഷ്ടം, ഇവനോടൊരു ഇഷ്ടം എല്ലാവർക്കും ഇവനോട് ഒരു പ്രത്യേക താല്പര്യം, ഒരു ഇഷ്ടം. അത് ഈ ഒരു സ്വലാത്തിൻ്റെ പ്രത്യേകതയാണ്. അത്രത്തോളം മഹത്വമുള്ള സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ. അതുപോലെ തന്നെ സൗഭാഗ്യങ്ങളും നന്മകളും എല്ലാം വർഷിക്കുന്ന, സ്വായത്തമാക്കാൻ പറ്റുന്ന ഒരു പരിശുദ്ധമായ സ്വലാത്താണ് സ്വലാത്തുൽ നാരിയ. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ദിവസവും 41 യഹ്ദവ 40 അല്ലെങ്കിൽ ഔമിയ 100 തവണ പ്രാവർത്തികമാക്കുന്ന വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഓഫറാണ് ഇത് എന്ന് പറയുന്നത്. മഹാനായ കക്കിടിപ്പുറം വലിയുള്ളാഹി തങ്ങൾ മഹാനവറുകളിൽ വെച്ചിട്ട് ഏറ്റവും മഹത്വമുള്ള ഒരു മഹാനാണ്. തീർച്ചയായിട്ടും മഹാനവർ ഈ സ്വലാത്തിനെ കുറിച്ച്, നാരിദ് സ്വലാത്തിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, അപ്പോൾ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ തുടങ്ങിയിട്ടുള്ള പ്രകൃതിപരമായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് അവൻക്ക് കാവൽ ലഭിക്കാനും ഈ ഒരു പരിശുദ്ധമായ നാരിദ് സ്വലാത്ത് ഉപകാരപ്പെടും. അത്രത്തോളം പവിത്രമായ, പരിശുദ്ധി നിറഞ്ഞ, നന്മ നിറഞ്ഞ സ്വലാത്താണ് സ്വലാത്തുൽ നാരിയ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പരിശുദ്ധമായ നാരിദ് സ്വലാത്ത് 41 തവണ അല്ലെങ്കിൽ 100 തവണ അല്ലെങ്കിൽ ഔസിയാദുൻ കൂടുതൽ തവണ
പാരായണം ചെയ്യുന്നതിലൂടെ ഒരുപാട് ഖൈറുകളും നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കോരിച്ചൊരിയും. അതിനാൽ തന്നെ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ ചെയ്ത് അല്ലാഹുവേ പരിശുദ്ധമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാവ് ബർക്കത്ത് കൊണ്ട് എൻ്റെ ഇന്ന ആവശ്യങ്ങൾ നിറവേറ്റണേ എന്ന ദുആ നമ്മൾ യജമാനനോട് ഇരുകരങ്ങൾ നീട്ടി നമ്മൾ യാചിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും എന്നതാണ് ഈ പരിശുദ്ധമായ ഈ ഒരു സ്വലാത്തിന്റെ പ്രത്യേകത. തീർച്ചയായിട്ടും ഇതിൽ മൗലൂദുമുണ്ട്, അതുപോലെ അവിടുത്തെ കീർത്തനങ്ങൾ പാടിപ്പറയുന്ന അവതരിപ്പിക്കുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ നാരിയ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മഹാനായ കക്കിടിപ്പുറം വലിയുള്ളാഹി റഹിമഹുല്ലാഹ് തങ്ങൾ ഇതിൻ്റെ നിബന്ധന പറയുന്നത്, തീർച്ചയായിട്ടും ഒരാൾ ഈ പരിശുദ്ധമായ നാരിയത്ത് സ്വലാത്ത് അറിയോ? മഹാനായ കക്കിടിപ്പുറം വലിയുള്ളാഹി തങ്ങൾ മഹാനവറുകൾ ഈ സ്വലാത്തിൻ്റെ വലിയൊരു മുഹിബായിരുന്നു. തീർച്ചയായിട്ടും മഹാനവറുകൾ ഈ സ്വലാത്ത് 4444 തവണ ചൊല്ലണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ സ്വലാത്ത് അദ്ദേഹത്തിൻ്റെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ്. അതിനാൽ തന്നെ മഹാനവറുകൾ ഔലിയാക്കളിൽപ്പെട്ട വലിയൊരു ഔലിയാണ്, ആരിഫാണ്, മുസന്നിഫാണ്. മഹാനവറുകൾ പറയുകയാണ്, ഒരാൾക്ക് വല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടാൽ, അല്ലെങ്കിൽ വല്ല ആവശ്യങ്ങളും നിറവേറ്റാനുണ്ട്, ഒരു ഹാജത്ത് നിറവേറാനുണ്ട്, എന്നാൽ അവർ ഇപ്രകാരം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന നിബന്ധനകൾ ഇപ്രകാരമാണ്. വലിയ ആരിഫാണ്, സൂഫിയാണ്. അതുപോലെ തന്നെ മഹാനവറുകൾ ഔലിയാക്കളിൽപ്പെട്ട വലിയൊരു ഔലിയാണ്. മഹാനവറുകൾ 444 തവണ ഈ പരിശുദ്ധമായ സ്വലാത്തു നാരിയ ചൊല്ലാൻ നിർദ്ദേശിക്കാറുണ്ടെന്ന് ഉസ്താദുമാർ പറയാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ക്രമം ഇപ്രകാരമാണ്. ഒരു പരിശുദ്ധമായ തിങ്കളാഴ്ച സുദിനത്തിൽ വ്രതമെടുത്തുകൊണ്ട് നമ്മൾ സ്വലാത്തുൽ നാരിയ 444 തവണ പ്രാവർത്തികമാക്കുക. തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു വ്യാഴാഴ്ച നമ്മളിലേക്ക് കടന്നു വരും. തീർച്ചയായിട്ടും ആ ഒരു വ്യാഴാഴ്ച നമ്മൾ സുന്നത്ത് നോമ്പ് എടുത്തുകൊണ്ട് 4444 കംപ്ലീറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ആ 11 തവണ 11 ദിവസമാകുമ്പോഴേക്കും 444 തവണ പൂർത്തിയാകും. എന്നിട്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് നമ്മുടെ എന്താവശ്യങ്ങളാണോ നിറവേറാനുള്ളത്, എന്ത് പ്രയാസമാണോ നമ്മിൽ നിന്ന് അകലാനുള്ളത്, എന്താണോ നമ്മുടെ ഹാജത്ത്, അത് മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമുക്ക് ആ ഒരു ആവശ്യം നിറവേറുക തന്നെ ചെയ്യും. ശരവേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുമെന്നതാണ് ഈ ഒരു സ്വലാത്തിൻ്റെ പ്രത്യേകത. അതിനാൽ തന്നെ ഈ വിനീതന് ആ ഒരു അനുഭവമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കുമെല്ലാം ഈ അനുഭവം ഉണ്ടാകും. അത്രത്തോളം പ്രാധാന്യമുള്ള മഹത്വമുള്ള സുന്ദരമായ വാചകം ഉൾക്കൊള്ളിച്ചിട്ടുള്ള പരിശുദ്ധമായ സ്വലാത്താണ് സ്വലാത്തുൽ നാരിയ. അത്രത്തോളം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നേരാൻ നമ്മുടെ എന്താവശ്യമാണോ, ഒരു പ്രധാനപ്പെട്ട ആവശ്യം നിറവേറാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഹാനവറുകൾ പറയുന്നത് 444 തവണ ഇങ്ങനെ അവർ പ്രാവർത്തികമാക്കട്ടെ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ദിവസവും എല്ലാ സമയത്തും നമ്മുടെ നമസ്കാര സമയങ്ങൾക്ക് ശേഷം ഒരു 11 തവണ നമ്മൾ തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കുന്നതിലൂടെ അൽഹംദുലില്ലാഹ് ഒരുപാട് ഖൈറുകളും നന്മകളുമാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. ഖുത്ബി റഹിമഹുല്ലാഹ് തങ്ങൾ നമ്മളോട് പറഞ്ഞ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിയ ഇമാം റാസിലി തങ്ങൾ നമ്മളോട് പരിചയപ്പെടുത്തിയ ഈ പരിശുദ്ധമായ ഈ ഒരു സ്വലാത്തിൻ്റെ മുസന്നിഫ് ആരാണ്, നമുക്കിത് പറഞ്ഞു തന്നത് ആരാണെന്നറിയാമോ?
മഹാനായ ഇമാം ഷാദുലി റഹിമഹുല്ലാഹി തങ്ങളുടെ ഉസ്താദായ വലിയ ആരിഫായ വലിയ സൂഫിയായ മഹത്തുക്കളിൽ ഉന്നമനായ മഹാനായ ഇമാം അബ്ദുസലാമിനു ബിഷിഷിർ റളിയല്ലാഹു അൻഹു ആണ് ഈ പവിത്രമായ ഈ ഒരു സ്വലാത്തിൻ്റെ ക്രോഡീകരണം മനോഹരമായ രീതിയിൽ മുസന്നിഫ് സുന്ദരമായ രീതിയിൽ ഇത് നമുക്ക് വരച്ച് കാട്ടിത്തന്നിട്ടുള്ള മഹാനവർ സുന്ദരമായ രീതിയിൽ എഴുതി തീർക്കുന്നത് മഹാനവറുകളാണ്. തീർച്ചയായിട്ടും എന്താണ് ഈ നായത്തു സ്വലാത്ത്, അതെന്താ നമുക്കറിയണ്ടേ? തീർച്ചയായിട്ടും ആ സ്വലാത്ത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലൻ സ്വല്ലി സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദ് തൻഹലു ബിൽ ഉഖദ് വതൻഫരിജു ബിൽ ഖറബ് വതുഖലാ ബിൽ ഹവായിജ് വതുനാൽ ബിർ റഗായിബ് വഉസ്നുൽ ഖവാതിം വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസ്ഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബി കുല്ലി മഅലൂമിൻ ലക് എന്നാണ് ഈ പരിശുദ്ധമായ സ്വലാത്ത്. തീർച്ചയായിട്ടും ഈ സ്വലാത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നതാണ് എനിക്ക് നിങ്ങളെയും എന്നെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അൽഹംദുലില്ലാ, ഈ സ്വലാത്തിൻ്റെ പോർഷ്യകളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയവരാണ്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ദിവസവും ഡെയിലി നമ്മൾ ഒരു 11 തവണ നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ ഒരുപാട് ഖൈറുകളും നന്മകളും നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറാനും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനും ഉതകുന്ന പരിശുദ്ധമായ സ്വലാത്താണ് സ്വലാത്തുന്നാരിയ. തീപാറും വേഗത്തിൽ ശരവേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന പരിശുദ്ധമായ സ്വലാത്തുന്നാരിയ, സ്വലാത്തു തഫ്ജീരിയ എന്നുള്ള സ്വലാത്തുൽ ഖുർത്തുബിയ എന്നീ പരിശുദ്ധമായ സ്വലാത്ത് 4444. അതിലൊരു കുറവ് വരുത്താനും പാടില്ല. അത് നമ്മൾ ഒരാളാണെങ്കിൽ അൽഹംദുലില്ലാ ഏറ്റവും ഖൈറാണ്. ആ ഒരു പോരിഷ, ആ ഒരു നന്മ ആ ഒരു വ്യക്തിക്ക് തന്നെ. അതല്ല നമുക്ക് 4444 ഒരാൾക്ക് സാധിക്കില്ല എങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്കെല്ലാം ഡിവൈഡ് ചെയ്ത് ആ ഒരു 4444 കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഇത് പ്രാവർത്തികമാക്കണം. ദിവസം നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അകലാന് പരിശുദ്ധമായ സ്വലാത്ത് കാരണമാവും. അതിനാൽ തന്നെ അറിയുന്ന ആളുകൾ, അതെല്ലാം നമ്മൾ കുടുംബത്തിലില്ലെങ്കിൽ മുഅ്മിനീങ്ങളെ കൂട്ടിയിട്ട് ഒരു 40 മുഅ്മിനീങ്ങളെ കൂട്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 4444 തവണ നമ്മൾ സ്വലാത്ത് നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവസ്സുൽ ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ശരവേഗത്തിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങാനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനും ഉപകാരപ്പെടുമെന്നതാണ് ഈ ഒരു സ്വലാത്തിൻ്റെ പ്രത്യേകത. ഇത്രയും മഹത്തുക്കൾ രേഖപ്പെടുത്തിയ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് രേഖപ്പെടുത്തിയ ഈ പരിശുദ്ധമായ സ്വലാത്ത് അൽഹംദുലില്ലാ ഈ വിനീതനും എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധമായ സ്വലാത്ത് മുറുകെ പിടിച്ചാൽ മതി. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ സ്വലാത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ അൽഹംദുലില്ലാ ഒരുപാട് ഖൈറുകളും നന്മകളും നമുക്ക് കോരിച്ചൊരിയാൻ സാധിക്കുമെന്നതാണ് ഈ ഒരു സ്വലാത്തിൻ്റെ മറ്റൊരു സവിശേഷത. അൽഹംദുലില്ലാ നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്ത് പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ ഈ ഷെയർ ചെയ്യുന്ന ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അവർ ഈ ഒരു നാരിത്വ സ്വലാത്ത് പ്രാവർത്തികമാക്കുന്നതിലൂടെ ചൊല്ലുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ആ ഒരു പ്രതിഫലം, അതിൻ്റെ തത്തുല്യ പ്രതിഫലം ഈ ഷെയർ ചെയ്യപ്പെട്ട വ്യക്തികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചൊല്ലിയിട്ടില്ലെങ്കിലും മറ്റുള്ളവർ ചൊല്ലുന്നതിലൂടെ അവരുടെ ആ ഒരു പ്രതിഫലം, ആ ഒരു നന്മ നിങ്ങളിലേക്ക് എത്തിപ്പെടും എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഹഖ് ജാ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉറ്റവരും മാതാപിതാക്കൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരെയും നമ്മളെയും
നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ വിനീതനും കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന ഓർമ്മപ്പെടുത്തലോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.